ശരീരത്തിൽ ചെറിയ തരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടതോടുകൂടിയാണ് റിഫ റഹ്മത്ത് എന്ന് പറയുന്ന 20 വയസ്സുകാരി തൻ്റെ ഉമ്മയെയും കൂട്ടി മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലെത്തിയത്. അവിടെ നിന്ന് റിഫ തന്നെ പോയി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ട ശേഷം പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നാൽ വെറും ചൊറിച്ചിൽ മാത്രം ശരീരത്തിലുണ്ടായതിൻ്റെ പേരിലാണ് റിഫ റഹ്മത്ത് ഉമ്മയെയും കൂട്ടി മഞ്ചേരിയിലെ മലബാർ ഹോസ്പിറ്റലിലെത്തിയത്. അതിനുശേഷം റിഫ റഹ്മത്ത് മരണത്തിലേക്കെത്തിയത് എങ്ങനെയാണെന്നോർക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്താണ്. മഞ്ചേരിയിലെ 20 വയസ്സുള്ള റിഫ റഹ്മത്ത് എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ജിമ്മിൽ ചേർന്നിരുന്നു. അങ്ങനെ ജിമ്മിൽ പോകുമ്പോൾ പുതുതായി ധരിച്ച ടീഷർട്ടിൻ്റെ അലർജി കൊണ്ടാണോ തനിക്ക് ചൊറിച്ചിലുണ്ടായത് എന്നുള്ള സംശയത്തോടു കൂടി ചികിത്സ തേടിയ മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരേക്കും തന്നെ ശരീരത്തിന് ആരോഗ്യപരമായി യാതൊരുവിധ കുഴപ്പങ്ങളും ഈ പെൺകുട്ടിക്ക് ഇല്ലായിരുന്നു. പിന്നീട് അവിടുന്ന് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് റിഫ അബോധാവസ്ഥയിലേക്ക് മാറിയത്. ആ ടീഷർട്ട് ഇടുന്നത് വരെ തന്നെ റിഫ റഹ്മത്തിൻ്റെ ദേഹത്ത് അതുപോലുള്ള ഒരു ചൊറിച്ചിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീടിൻ്റെ 100 മീറ്റർ അപ്പുറത്തുള്ള ജിമ്മിൽ നിന്നും തിരിച്ചു വന്ന റിഫ തൻ്റെ ഉമ്മയോട് ദേഹത്ത് പലയിടത്തെല്ലാം ചൊറിച്ചിലുണ്ട്, നമുക്കൊന്ന് ഡോക്ടറെ കണ്ടുവരാമെന്ന് പറഞ്ഞു പോയിട്ട് തൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ പോയ റിഫ റഹ്മത്ത് തൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നില്ല ഇത് തൻ്റെ അവസാന നിമിഷങ്ങളാണെന്ന്. സാധാരണയായി ഇത്തരത്തിൽ ചൊറിച്ചിലുകളുമായി വരുന്ന രോഗികൾക്ക് നൽകുന്ന ഒരു ഇഞ്ചക്ഷൻ ടെസ്റ്റ് ഡോസ് പോലും എടുക്കാതെയാണ് റിഫ റഹ്മത്തിൻ്റെ ദേഹത്തേക്ക് കുത്തിവെച്ചത് എന്നാണ് സഹോദരങ്ങൾ പറഞ്ഞത്. ആ ഒരൊറ്റ ഇഞ്ചക്ഷനായിരുന്നു റിഫ റഹ്മത്തിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ മാത്രം കാരണമായത്. അതോടുകൂടി റിഫ ആകെ തളർന്നുപോയി. പിന്നീട് റിഫ റഹ്മത്തിനെ ICUവിലേക്ക് മാറ്റി. അപ്പോഴും കൂടെയുള്ള ഉമ്മ പരിഭ്രാന്തയായി നിൽക്കുകയായിരുന്നു. കാരണം തൻ്റെ കൂടെ വീട്ടിൽ നിന്നും ഇതുവരേക്കും തന്നെ യാതൊരു കുഴപ്പവുമില്ലാതെ വന്ന എൻ്റെ പൊന്നുമോൾക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ആ ഉമ്മയും ആകെ ആശങ്കയിലായി. പ്രത്യേകിച്ച് പറയത്തക്ക യാതൊരു കുഴപ്പവും റിഫയ്ക്കില്ലാത്തത് കൊണ്ടാണ് ഉമ്മയും റിഫയും മാത്രമായി തന്നെ ഹോസ്പിറ്റലിലെത്തിയത്. ചെറിയൊരു ചൊറിച്ചിൽ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഇഞ്ചക്ഷനോ വല്ല ഓയിൽമെൻറ്റുകളോ ലഭിച്ചാൽ അതുമായി വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു രണ്ടുപേരും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത്. ആദ്യ ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ റിഫ റഹ്മത്തിൻ്റെ BP ഡൗൺ ആവാൻ തുടങ്ങി. അവിടെ നിന്ന് അവർ വീണ്ടും 1-2 ഇഞ്ചക്ഷനും കൂടെ എടുത്തു. അതിനുശേഷമാണ് ഗുരുതര നിലയിലായത്. പിന്നീട് ICUവിലേക്ക് മാറ്റിയ റിഫ ICUവിൽ നിന്നും രക്തം ഛർദ്ദിക്കുകയാണ് ചെയ്തത്. റിഫ റഹ്മത്ത് കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാരുടെ പരിഭ്രാന്തി കണ്ട് തൻ്റെ പൊന്നുമോൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം എത്രയും പെട്ടെന്ന് റിഫ റഹ്മത്തിനെ കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് മഞ്ചേരിയിലെ മലബാർ ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞപ്പോൾ ഇത് കുഴപ്പമാക്കരുതെന്നും എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നും ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. റിഫയും ഉമ്മയും ഹോസ്പിറ്റലിലെത്തി 3 മണിക്കൂറിനിടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഇതിനുവേണ്ടി അവർക്കവിടെ ചിലവായത് 17,000 രൂപയാണ്. അതിനുശേഷം കോഴിക്കോടുള്ള മിംസ് ഹോസ്പിറ്റലിൽ റിഫ എത്തിച്ചപ്പോൾ അവിടെ നിന്നും ഡോക്ടർമാർ പറഞ്ഞത് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, ഇവൾ വിഷം കഴിച്ചതാണോ എന്നാണ്. അത്ര വലിയ ഗുരുതര അവസ്ഥയിലായിരുന്നു റിഫ റഹ്മത്ത്. എങ്ങനെയെന്നാൽ മിംസ് ഹോസ്പിറ്റലിലെത്തിക്കുമ്പോൾ റിഫ റഹ്മത്തിൻ്റെ ഹൃദയമിടിപ്പ് പോലും നിലച്ചു വരികയായിരുന്നു. പിന്നീട് മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ വില വരുന്ന മെഷീനറികൾ ഉപയോഗിച്ചാണ് റിഫയുടെ ഹൃദയമിടിപ്പ് നിലനിർത്തിയത്. അങ്ങനെ 6 ദിവസമാണ് കോഴിക്കോടുള്ള മിംസ് ഹോസ്പിറ്റലിൽ ജീവനോട് മല്ലിട്ട് റിഫ റഹ്മത്ത് കഴിഞ്ഞത്. ഇത് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിച്ച പാകപ്പിഴവ് തന്നെയാണ് റിഫക്ക് ഇത്തരത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാനും മാത്രമുള്ള ഒരു കാര്യവും ഈ ഹോസ്പിറ്റൽക്കാർ ചെയ്തിട്ടുണ്ട്. കാരണം രോഗിയെ മറ്റൊരു റെഫർ ചെയ്യപ്പെടുന്ന ഹോസ്പിറ്റലിൽ ഏത് തരം ചികിത്സകളും മരുന്നുകളുമാണ് ഈ രോഗിക്ക് നൽകിയത് എന്നുള്ള വിവരങ്ങൾ ആ രോഗിയുടെ ബന്ധുക്കളുടെ കയ്യിൽ കൊടുത്തേൽപ്പിക്കേണ്ട കാര്യം പോലും മലബാർ ഹോസ്പിറ്റൽ ജീവനക്കാർ ചെയ്തില്ല എന്നുള്ള ആരോപണവും ഇതിനിടയിലുണ്ട്. തങ്ങളുടെ പക്കൽ നിന്ന് വന്ന വീഴ്ചകൾ കാരണമാണ് കുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ രോഗിയുടെ അവകാശമായ കാര്യം നിർവഹിക്കാൻ ഈ ഹോസ്പിറ്റൽ അധികൃതർ ശ്രമിക്കാത്തത് എന്നുള്ള വാർത്തകളും ഇത് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ ഗുരുതര വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ടീഷർട്ട് ഇട്ട് ചൊറിച്ചിൽ വന്ന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെത്തിയ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെത്തി അവിടെ നിന്ന് 6 ദിവസം കഴിഞ്ഞ് മരണപ്പെട്ട കാര്യം റിഫ റഹ്മത്തിൻ്റെ വീട്ടുകാർക്ക് ഇതുവരെ തന്നെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. റിഫ റഹ്മത്ത് മരിക്കാൻ കാരണമായ
മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലേക്ക് മഞ്ചേരി SDPI മുനിസിപ്പൽ കമ്മിറ്റി മാർച്ച് നടത്തി. കൂടാതെ യുവജന കമ്മീഷൻ അംഗങ്ങളും റിഫ റഹ്മത്തിൻ്റെ വീട്ടിലെത്തി കുടുംബങ്ങളുടെ മൊഴിയെടുത്തു.